എസ്കെഎസ്എഫിൻ്റെ മേഖലാ പ്രസിഡന്റ് സിദ്ദീഖുൽ അക്ബർ ഫൈസി, സ്വാഗതം ആശംസിച്ച മേഖലാ സെക്രട്ടറി അബ്ദുറഹ്മാൻ ഫൈസി, ഇവിടെ സംസാരിച്ച സൽമാൻ ഫൈസി, മുഹ്സിൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സംഘടനയുടെ ഭാരവാഹികൾ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, എസ്കെഎസ്എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം നമ്മുടെ സംഘടനയുടെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിലെല്ലാം ആദർശം അമാനത്താണ് എന്ന ശ്രദ്ധേയമായ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതുപോലെ മേഖലാ സമ്മേളനങ്ങൾ നടന്നു വരികയാണ്. വർഷത്തിൽ ഒരിക്കലെങ്കിലും ആദർശ പ്രചാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാലങ്ങളായി സംഘടന ക്യാമ്പയിനുകൾ നടത്തി വരാറുണ്ട്. അതാത് സന്ദർഭങ്ങളിൽ ആദർശ വിഷയങ്ങളിലും മറ്റു സമസ്തയുടെ സംഘടനാപരമായ കാര്യങ്ങളിലൊക്കെ ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്താനുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകളിലൂടെ നമ്മുടെ സംഘടന നിർവഹിച്ചു വരുന്നത്. നമ്മുടെ സാമൂഹിക ചുറ്റുപാടുകളെല്ലാം എപ്പോഴും മുസ്ലിങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. പൊതുവെ ലോകത്തുടനീളം ഇസ്ലാമും മുസ്ലിങ്ങളും വലിയ ചർച്ചാ വിഷയമാണ്. പരിശുദ്ധ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാനും മുസ്ലിം സമുദായത്തെ തന്നെ മോശമായി ചിത്രീകരിക്കാനും വളരെ ആസൂത്രിതമായ പദ്ധതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം സമുദായം ചെയ്യാത്ത കുറ്റത്തിന് വിചാരണ നേരിടുന്ന സാഹചര്യമാണുള്ളത്. ലോകത്തെന്ത് സംഭവിച്ചാലും അത് മുസ്ലിങ്ങളുടെ തലയിലിട്ടുകൊണ്ട് മുസ്ലിങ്ങളെ മോശക്കാരായി ചിത്രീകരിക്കുക എന്നുള്ളത് ഇന്ന് ഇസ്ലാമിന്റെ ശത്രുക്കളുടെയും മാധ്യമങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട വിനോദമായി മാറിയ സന്ദർഭമാണ്. ആ മുസ്ലിങ്ങളോടൊരു വിദ്വേഷമുണ്ടാവുക, മുസ്ലിങ്ങളുടെ ശത്രുപക്ഷത്ത് നിർത്തുക, ഇത് പരിശുദ്ധ ഇസ്ലാമിനെ പ്രത്യയശാസ്ത്രപരമായി നേരിടാൻ കഴിയാത്ത ആളുകൾ കാലങ്ങളായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വഴിയാണ്. നമ്മുടെ രാജ്യത്തും അതിന് സമാനമായ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം സമുദായത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി, അവരെ ഒരു രണ്ടാം തര പൗരന്മാരായി മാറ്റുന്നതിന് വേണ്ടി വലിയ തോതിലുള്ള വിദ്വേഷ പ്രചാരണങ്ങളാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. ആ സർക്കാരിന്റെ സ്തുതിപാഠകരായിട്ടുള്ള മാധ്യമങ്ങൾ അതിനാവശ്യമായ പൊടിപ്പും തൊങ്ങലും വെച്ചുകൊണ്ട് വാർത്തകൾ മെനഞ്ഞെടുക്കുന്നു. അങ്ങനെ പല രീതിയിലുള്ള ഔദ്യോഗികവും അനൗദ്യോഗികവുമായ വിധം ഈ സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഏതാനും മാസങ്ങളായി നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അപകടകരമായ ഒരു നീക്കം, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പരിശുദ്ധമായ മസ്ജിദുകൾ, പുണ്യ തീർത്ഥാടന കേന്ദ്രങ്ങൾ, ദർഗകൾ, ഇതിനെതിരെയൊക്കെ പുതിയ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരിക.
അതിൻ്റെ പേരിൽ കള്ളക്കഥകൾ മെനഞ്ഞെടുത്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് മുസ്ലിങ്ങൾ അതിനെതിരെ പ്രതികരിക്കും, അതിനെതിരായിട്ട് സമരരംഗത്തിറങ്ങും, അതിനെതിരായിട്ട് ശബ്ദിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളും മറുവിഭാഗവും തമ്മിൽ ചെറിയ ചെറിയ വാക്കേറ്റങ്ങളും സംഘർഷങ്ങളിലേക്കും അത് എത്തും. ഇത്തരത്തിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നവരുടെ താല്പര്യം ഇവിടെ വർഗീയമായ ചേരിതിരിവ് ഉണ്ടാക്കലാണ്. നമുക്കറിയാം, ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട ഒരു വലിയ രാഷ്ട്രീയ വിവാദത്തിന്റെ പിറകെ 5-6 പതിറ്റാണ്ട് കാലമാണ് നമ്മൾ സഞ്ചരിച്ചത്. ബാബരി മസ്ജിദ് തകർക്കലായിരുന്നില്ല ശത്രുക്കളുടെ ലക്ഷ്യം. അതിനേക്കാൾ അപ്പുറം ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് അതിന്റെ പേരിൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും പരസ്പരം ശത്രുക്കളാക്കി നിരന്തരമായ മുസ്ലിം വിദ്വേഷ പ്രചാരണങ്ങൾ അടിച്ചുവിട്ട് ഈ സമുദായങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് വർഗീയ ചേരിതിരിവുണ്ടാക്കി മതപരമായ ധ്രുവീകരണമുണ്ടാക്കി അധികാരത്തിലേക്ക് കയറിപ്പറ്റാനുള്ള വളരെ അപകടകരമായിട്ടുള്ള വഴികൾ ഉണ്ടാക്കുകയും അതിന്റെ പ്രവർത്തനങ്ങളും പദ്ധതികളും ആവിഷ്കരിക്കലായിരുന്നു. ഒരു പരിധിവരെ അതിൽ വിജയിക്കാൻ ശത്രുക്കൾക്ക് സാധിച്ചു. ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസിൽ അന്തിമമായിട്ടുള്ള വിധി വന്നു. ആ വിധി വന്നപ്പോ ഒരിക്കലും മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, നീതിയുക്തമായി കാര്യങ്ങൾ പരിശോധിക്കുന്ന ആർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള വിധിയല്ല സുപ്രീം കോടതി എന്ന് വന്നത്. സുപ്രീം കോടതി ആ വിധിയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട 2 കാര്യം: ഒന്ന്, ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സ്ഥലത്ത് അല്ലെങ്കിൽ ബാബരി മസ്ജിദ് നിലനിന്ന സ്ഥലത്ത് അവിടെ രാമക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന വാദം തെളിയിക്കാൻ മറുവിഭാഗത്തിന് സാധിച്ചിട്ടില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അത് രാമജന്മഭൂമിയാണ്. മാത്രമല്ല, അവിടെ രാമജന്മഭൂമിയിൽ രാമക്ഷേത്രമുണ്ടായിരുന്നു. ആ രാമക്ഷേത്രം തകർത്തുകൊണ്ടാണ് അവിടെ ബാബരി മസ്ജിദ് പണിതത് എന്നായിരുന്നു ആരോപണം. എന്നാൽ ഈ കേസിൽ തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞത്, അങ്ങനെ ഒരു വാദത്തെ തെളിയിക്കാൻ ചരിത്രപരമായോ പുരാവസ്തു ഗവേഷണത്തിന്റെ ഭാഗമായിട്ടോ ഒരു സിവിൽ കേസ് എന്ന രീതിയിൽ അതിന്റെ രേഖകൾ സംബന്ധിച്ചോ തെളിയിക്കാൻ ഈ അവകാശവാദം ഉന്നയിച്ചവർക്ക് സാധിച്ചിട്ടില്ല. രണ്ടാമതായി സുപ്രീം കോടതി പറഞ്ഞു, ആ ബാബരി മസ്ജിദ് തകർത്ത പ്രവർത്തനം തെറ്റാണ്, അതൊരു കുറ്റകരമാണ്, അതിനൊരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട വിധിന്യായത്തിൽ സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും മുസ്ലിങ്ങളുടെ ഭാഗത്താണ് നീതി എന്നത് മനസ്സിലാക്കാൻ മറ്റൊന്നും അന്വേഷിക്കേണ്ടതില്ല. പക്ഷെ ഇത് രണ്ടും പറഞ്ഞ സുപ്രീം കോടതി മൂന്നാമത് പറഞ്ഞു, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷത്തിന്റെ വികാരം മാനിച്ചുകൊണ്ട്, അവരെ വിശ്വാസത്തെ മാനിച്ചുകൊണ്ട് അവിടെ രാമക്ഷേത്രം പണിയാൻ അനുമതി നൽകുകയാണ്. അവിടെ ക്ഷേത്രം തകർത്തതിന് തെളിവില്ല, രാമൻ ജനിച്ചതിന് തെളിവില്ല, മാത്രമല്ല ഈ പള്ളി പൊളിച്ചത് തെറ്റുമാണ്. എങ്കിലും ഇവിടുത്തെ ഭൂരിപക്ഷത്തിന്റെ വിശ്വാസത്തെ മാനിച്ചുകൊണ്ട്, ആ വിശ്വാസത്തെ മാത്രം മാനദണ്ഡമാക്കിക്കൊണ്ട് ആ പള്ളി പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കാൻ അനുമതി നൽകുകയാണ്. അതോടൊപ്പം മുസ്ലിങ്ങൾക്ക് അതിന്റെ തൊട്ടപ്പുറത്ത് 5 ഏക്കർ ഭൂമി പ്രത്യേകമായി ഏറ്റെടുത്തുകൊണ്ട് അവിടെ മനോഹരമായൊരു മസ്ജിദ് പണിയാൻ ഈ വിധിന്യായത്തിൽ നിർദ്ദേശിച്ചു. ആർക്കും മനസ്സിലാക്കാൻ കഴിയും, ഈ വിധി ഒരിക്കലും ന്യായമല്ല, ഈ വിധി ഒരിക്കലും ന്യായമല്ല. പക്ഷേ ആ വിധിക്കെതിരെ നമ്മുടെ രാജ്യത്തെ മുസ്ലിങ്ങളോ
മറ്റു സഹോദര സമുദായത്തിൽപ്പെട്ടവരോ ഈ രാജ്യത്ത് നീതി പുലരണം, ജനാധിപത്യം പുലരണം, മതേതരത്വം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊന്നും ആ വിധിന്യായത്തിനെതിരായിട്ടുള്ള ഒരു നീക്കം നടത്താനോ സമരം നടത്താനോ ബഹളമുണ്ടാക്കാനോ മുന്നോട്ട് വന്നില്ല. അതിന്റെ കാരണം ആ വിധി മറിച്ചാണെങ്കിൽ പോലും അതും രാജ്യത്ത് ഒരു പുതിയ സംഘർഷത്തിനും പുതിയൊരു വർഗീയമായ ധ്രുവീകരണത്തിനും ആക്കം കൂട്ടാനേ സഹായകരമാകൂ. എന്നാൽ മറ്റൊരു ബാബരി മസ്ജിദ് ആവർത്തിക്കാതിരിക്കാൻ പര്യാപ്തമായ 1991 സെപ്റ്റംബർ 18 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയിട്ടുള്ള ആരാധനാലയ സംരക്ഷണ നിയമം ഈ രാജ്യത്തുണ്ട്. ആ നിയമം പറയുന്നത് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭ്യമാകുന്ന ആ ദിവസം, അതിനു മുമ്പ് ഈ രാജ്യത്തുള്ള എല്ലാ ആരാധനാലയങ്ങളും, മുസ്ലിങ്ങളുടേത് മാത്രമല്ല ഏത് മതവിഭാഗത്തിന്റെ ആരാധനാലയങ്ങളാണെങ്കിലും 47 ഓഗസ്റ്റ് 15 മുമ്പ് അതേത് മതവിഭാഗത്തിന്റെ കൈവശം സൂക്ഷിക്കുകയും ഏത് മതാചാരപ്രകാരം അത് പരിപാലിച്ചു പോരുകയും ചെയ്യുന്നുവോ അതിൽ പിന്നീടൊരു അവകാശവാദം ഉന്നയിക്കാനോ തർക്കം ഉന്നയിക്കാനോ ഈ രാജ്യത്തൊരു പൗരനും അവകാശമില്ല. എന്ന് പറഞ്ഞാൽ ബാബരി മസ്ജിദ് ഒഴികെ 1947 ഓഗസ്റ്റ് 15 മുമ്പ് നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കപ്പെട്ട് പരിപാലിക്കപ്പെട്ടു പോരുന്ന ഏത് മതവിഭാഗത്തിന്റെ ആരാധനാലയങ്ങളാണെങ്കിലും ആ ആരാധനാലയങ്ങൾക്ക് മേൽ മറ്റൊരു മതവിഭാഗത്തിന് മറ്റൊരു വിശ്വാസത്തിന്റെ ഭാഗമായി മറ്റൊരു ആചാരം നടത്താൻ, മറ്റൊരു അനുഷ്ഠാനം നടത്താൻ അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ല. അങ്ങനെ അവകാശവാദവുമായിട്ട് കോടതിയെ സമീപിച്ചാൽ ആ ഹർജി സ്വീകരിക്കാൻ പോലും പാടില്ല. ഇത്രയും കണിശവും ഭദ്രവുമായ ഒരു നിയമം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ആശ്വസിച്ചു, ബാബരി മസ്ജിദ് എന്തായാലും നഷ്ടപ്പെട്ടു. പക്ഷേ രണ്ടാമതൊരു ബാബരി മസ്ജിദ് ആവർത്തിക്കാതിരിക്കാൻ പര്യാപ്തമായ ഒരു സുദൃഢമായ നിയമം നമ്മുടെ രാജ്യത്തുണ്ട്. അതുകൊണ്ട് ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട വിധിന്യായത്തിൽ അതിൽ സംതൃപ്തി അടഞ്ഞുകൊണ്ടല്ല, തൽക്കാലം മൗനം പാലിച്ചുകൊണ്ട് ഇനി ഇത് ആവർത്തിക്കല്ലോ എന്ന ആശ്വാസത്തിലായിരുന്നു ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ. പക്ഷേ ഈ ബാബരി മസ്ജിദ് വിധിന്യായ സമയത്ത് രാജ്യത്തിന്റെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഈ ചന്ദ്രചൂഡ് തന്നെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഗ്യാൻവാബി മസ്ജിദിന് നേരെ ഒരു അവകാശവാദവുമായിട്ട് ഇവിടുത്തെ സംഘപരിവാർ രംഗത്ത് വന്നപ്പോ ആ ഹർജി സ്വീകരിക്കാനും അവിടെ സർവേ നടത്താൻ അനുമതി കൊടുക്കാനും തയ്യാറായി എന്ന് പറയുന്ന കോടതി അലക്ഷ്യം നടപ്പാക്കുന്ന നിയമവിരുദ്ധമായ ഇന്ത്യയുടെ ഒരു സുപ്രീം കോടതി ജഡ്ജിയുടെ ഭാഗത്ത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത അപകടകരമായ ഒരു പുതിയ കീഴ്വഴക്കത്തിന് തുടക്കം കുറിച്ചു. അവിടെ സർവേ നടത്താൻ അനുമതി കൊടുത്തപ്പോഴേക്ക് രാജ്യത്തെ മറ്റു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മറ്റു പല പള്ളികൾക്ക് മേലിലും അവകാശവാദവുമായിട്ട് ഈ രാജ്യത്തെ പല ആളുകളും രംഗത്ത് വന്നു. പലരും രംഗത്ത് വന്നു. അവരൊക്കെ ഹർജി കൊടുക്കുമ്പോഴേക്ക് ഹർജി കോടതിയിൽ സ്വീകരിക്കുന്നു, ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് അയക്കുന്നു. അങ്ങനെ വ്യവഹാരത്തിന് തുടക്കം കുറിക്കുന്നു. ആരാധനാലയ സംരക്ഷണ നിയമത്തെ ലംഘിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ പല സിവിൽ കോടതികളും അത്തരത്തിലുള്ള വ്യവഹാരങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന സാഹചര്യം ഉണ്ടായി. അഥവാ ബാബരി മസ്ജിദിന് സമാനമായ പുതിയ ചില അവകാശവാദങ്ങൾ ഉന്നയിച്ച് നമ്മുടെ രാജ്യത്ത് വീണ്ടും ചില സംഘർഷങ്ങൾക്കും വർഗീയമായ ചേരിതിരിവിനും അവസരമുണ്ടാക്കുന്ന നീക്കമാണ് നമ്മുടെ രാജ്യത്ത് നടന്നത്. ഈ നീക്കം വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിന്റെ ഒടുവിലാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി അജ്മീർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖദ്ദസല്ലാഹു സറൂഹുൽ അസീസ് ലോകത്തെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും തീർത്ഥാടനം നടത്തുന്ന സുൽത്താനുൽ ഹിന്ദ് എന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ വിശേഷിപ്പിക്കുന്ന അജ്മീർ ദർഗക്ക് മേൽ പോലും അവകാശവാദവുമായിട്ട് രംഗത്ത് വന്നു. ഇങ്ങനെ ഘട്ടം വന്നപ്പോ പല സംഘടനകളും ആരാധനാലയ സംരക്ഷണ നിയമത്തെ അട്ടിമറിച്ചുകൊണ്ടുള്ള
ഇത്തരം നീക്കത്തെ തടയിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയുടെ സുപ്രീം കോടതിയെ സമീപിച്ചു. നമ്മുടെ മാതൃസംഘടന സമസ്ത കേരള ജമിയത്തുലമ ഉൾപ്പെടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉൾപ്പെടെ പല ദേശീയ പാർട്ടിയുടെ നേതാക്കളൊക്കെ സുപ്രീം കോടതിയെ സമീപിച്ചു. ഇപ്പോൾ ഒരു താൽക്കാലിക ആശ്വാസം എന്ന രീതിയിൽ അടുത്ത 6 ആഴ്ചക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ നടപടിക്രമങ്ങളും പൂർണ്ണമായി നിർത്തൽ ചെയ്യുകയും അത്തരം ഹർജികൾ സ്വീകരിക്കാൻ പാടില്ലെന്ന് കർശനമായ നിർദ്ദേശം നൽകുകയും ചെയ്തുകൊണ്ട് ആരാധനാലയ സംരക്ഷണ നിയമം നിലനിർത്താനും സംരക്ഷിക്കപ്പെടാനും ആ നിയമത്തിന്റെ തണലിൽ രാജ്യത്തുള്ള മുഴുവൻ ആരാധനാലയങ്ങളും ബന്ധപ്പെട്ട കക്ഷികൾക്ക് അവരുടെ വിശ്വാസ ആചാര അനുഷ്ഠാന പ്രകാരം നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സൗകര്യം താൽക്കാലികമായിട്ടെങ്കിലും ലഭിച്ചിട്ടുള്ള ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. ഞാനിത് പറയാനുള്ള കാരണം, ഇവിടെ മുസ്ലിങ്ങൾക്ക് മേൽ വീണ്ടും വീണ്ടും പുതിയ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ച് സഹോദര സമുദായങ്ങൾക്കിടയിൽ ഇവർ ഒരു അപകടകാരികളായിട്ടുള്ള വിഭാഗമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായ ശ്രമങ്ങളാണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ശ്രമങ്ങൾ നടക്കുമ്പോൾ ദീനീ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിയുന്ന നമ്മളെ പോലെയുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട ചുമതല പരിശുദ്ധ ഇസ്ലാമിനെ അതിന്റെ യഥാർത്ഥ രൂപത്തിലും ഭാവത്തിലും ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനും അത് പ്രബോധനം ചെയ്യാനും സമൂഹത്തിൽ അതിന്റെ പ്രചാരകരായി നിലനിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. പരിശുദ്ധ ഇസ്ലാമിനെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ചെറിയ തോതിലുള്ള ശ്രമങ്ങളൊന്നുമല്ല. വളരെ ആസൂത്രിതമായ അജണ്ടകളുമായിട്ട് ഒരു വിഭാഗം ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെടാൻ ആവശ്യമായ പഴുതുകളെല്ലാം അടച്ച് പരിശുദ്ധമായ ഇസ്ലാമിനെ അതിന്റെ യഥാർത്ഥ രീതിയിൽ ഈ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ സ്വാഭാവികമായും പരിശുദ്ധ ഇസ്ലാമിനെ വികലമായി ചിത്രീകരിക്കാനുള്ള എന്ത് സാഹചര്യങ്ങളാണെങ്കിലും അതിനെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുക എന്നുള്ളത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോ മുസ്ലിമിന്റെയും വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കഴിഞ്ഞ 98 വർഷക്കാലമായി മനോഹരമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഇതുപോലുള്ള സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ട് മാത്രമല്ല, എന്തെങ്കിലും പ്രസംഗങ്ങളും പ്രചരണങ്ങളും പ്രസ്താവനകളും ഫത്വകളും ഇറക്കിയിട്ട് മാത്രമല്ല, അതിനേക്കാൾ അപ്പുറം താഴെ തട്ടിൽ കൊച്ചു മദ്രസകൾ മുതൽ മഹല്ലുകളിലൂടെ, മദ്രസകളിലൂടെ, ദർസുകളിലൂടെ, അറബിക് കോളേജുകളിലൂടെ, മതപ്രഭാഷണങ്ങളിലൂടെ, ആവശ്യാനുസരണമുള്ള ആശയ സംവാദങ്ങളിലൂടെ, ആശയ പ്രചാരണങ്ങളിലൂടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ ദൗത്യം ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ ദൗത്യം നിർവഹിച്ചതിന്റെ ഗുണഫലമാണ് ഇവിടെ പല ബിദായി പ്രസ്ഥാനങ്ങളും ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും കുറിച്ച് പറയാൻ പാടില്ലാത്ത അപകടകരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ പോലും വേണ്ടത്ര ഇവിടുത്തെ സഹോദര സമുദായങ്ങൾക്കിടയിലോ മറ്റുള്ളവർക്കിടയിലോ ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെടാതെ പോയി. കാരണം എന്താണ്? ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നത്, ബഹുമാനിക്കുന്നത്, വിശ്വാസ്യതയോടുകൂടി ഉൾക്കൊള്ളുന്നത് അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് എന്നത് നമ്മുടെ അവകാശവാദമല്ല, ഒരു യാഥാർത്ഥ്യമാണ്. എന്താണ് ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ഉൾക്കൊള്ളാനും ബഹുമാനിക്കാനും കാരണം? നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ മഹത്വമല്ല, നമ്മുടെ ഏതെങ്കിലും ഭൗതികമായ സൗകര്യങ്ങളുടെയും സന്നാഹങ്ങളുടെയും പ്രത്യേകതയല്ല. അതിനേക്കാൾ അപ്പുറം പരിശുദ്ധ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ വിശ്വാസപരമായി, കർമ്മപരമായി അവരേത് വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് ഈ പ്രസ്ഥാനം സത്യസന്ധമായി ഈ സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ 98 വർഷക്കാലത്തിനിടയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ദീനുമായി ബന്ധപ്പെട്ട് സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞ ഒരു തീരുമാനം, ഒരു ഫത്വ, ഒരു പ്രഖ്യാപനം, ഒരു പ്രസ്താവന സമസ്തക്കാർക്കത് പിൻവലിക്കേണ്ടി വന്നു എന്ന് എതിരാളികൾക്ക് പോലും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കാത്തതിന്റെ കാരണം ദീനിന്റെ പ്രമാണങ്ങൾക്ക് വിധേയമായിട്ട് മാത്രമാണ് ഈ സംഘടന സമുദായത്തോട് സംസാരിച്ചത്. ആദ്യം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പല കാര്യങ്ങളും പറയുമ്പോഴും
അത് പലർക്കും ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും. അത് ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും. അങ്ങനെയൊക്കെ ഇപ്പൊ പറയേണ്ടതുണ്ടോ? അങ്ങനെയൊക്കെ ഇപ്പൊ ചെയ്യേണ്ടതുണ്ടോ? ഇവിടെ 98 വർഷം മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുമ്പോ ഇതുപോലെ ഒരു വലിയ പണ്ഡിത സഭ രൂപീകരിക്കാൻ പാകമായ അനുകൂലമായ ഒരു സാഹചര്യവും ചുറ്റുപാടും ഒന്നുമല്ല നമ്മുടെ നാട്ടിലുള്ളത്. അന്ന് നാട് ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യ സമര പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ബ്രിട്ടീഷുകാർക്കെതിരെ എവിടെങ്കിലും സംഘടിക്കുന്നു എന്ന് കണ്ടാൽ അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലടക്കപ്പെടുന്ന കാലം, അന്തമാൻ പോലെയുള്ള പ്രദേശങ്ങളിലേക്ക് നാട് കടത്തപ്പെടുന്ന കാലം, ഒരു സ്വാതന്ത്ര്യവുമില്ലാതെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ഏത് നീക്കമാണെങ്കിലും അവിടെയെല്ലാം കൊച്ചു വിലങ്ങിടുന്ന വളരെ ഭീഭത്സമായിട്ടൊരു കാലം, ഭീഷണി നിലനിൽക്കുന്ന കാലം. അത്രയും പ്രതികൂലമായ സാഹചര്യമായിരുന്നിട്ട് പോലും അക്കാലത്ത് ജീവിച്ചിരുന്ന മഹാന്മാരായ പണ്ഡിതന്മാരും സാദാത്തുക്കളും ഒരുമിച്ച് കൂടിയിട്ട് പരിശുദ്ധമായ ദീനിനെ വികലമായി ചിത്രീകരിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നു. ഇതിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഒരു സംഘടന വേണം എന്നവരുടെ തിരിച്ചറിവാണ് 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുന്നത്. അന്ന് ആരും പറഞ്ഞില്ല സ്വാതന്ത്ര്യമൊക്കെ കിട്ടിക്കോട്ടെ, കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരട്ടെ, നല്ല കാലാവസ്ഥയും സാഹചര്യവും നമുക്ക് അനുകൂലമായ ഒരു ഗവൺമെന്റും ഭരണകൂടമൊക്കെ വരട്ടെ, എന്നിട്ട് മതി സംഘടന, തൽക്കാലം ഉണ്ടാതിരിക്കാം എന്നൊന്നും ആരും പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ കാണാൻ പറ്റുന്നില്ല. ഏത് പ്രതികൂല സാഹചര്യമാണെങ്കിലും പരിശുദ്ധമായ ഇസ്ലാമിനെ വികലമാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നോക്കി നിൽക്കാൻ സമയമില്ല, അതിനെ സംഘടിതമായി പ്രതിരോധിക്കണം എന്നാണ് അക്കാലത്തെ പണ്ഡിതന്മാർ തീരുമാനിച്ചത്. ആ പണ്ഡിതന്മാർ അക്കാലത്തെ ബിദഅി പ്രസ്ഥാനങ്ങളെ കുറിച്ച് സമൂഹത്തിന് കൃത്യമായ മുന്നറിയിപ്പ് നൽകി. അന്ന് ഇതൊക്കെ പറയാൻ പറ്റുന്ന സാഹചര്യമാണോ അനുകൂലമാണോ എന്നതല്ല പ്രധാനം, വിശ്വാസിയുടെ ഈമാനിന് കാവൽ നിൽക്കുക എന്ന ഉത്തരവാദിത്വമാണ് പണ്ഡിതന്മാർക്ക് നിർവഹിക്കാനുള്ളത്. ആ ഈമാനിനെ ദുർബലപ്പെടുത്തുന്ന അപകടകരമായ ആശയങ്ങളാണ് ഈ ബിദഅി പ്രസ്ഥാനങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബിദഅി പ്രസ്ഥാനങ്ങളുമായി മുസ്ലിം സമുദായം ബന്ധപ്പെടാൻ പാടില്ല, അവരെ പിൻപറ്റാൻ പാടില്ല, അവരുമായി അകലം പാലിക്കണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കണിശമായി മുസ്ലിം സമൂഹത്തോട് ആഹ്വാനം ചെയ്തു, കണിശമായിട്ട് ആഹ്വാനം ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ബിദഅി പ്രസ്ഥാനങ്ങളെ കുറിച്ച് അന്ന് അത്തരം ഒരു കണിശമായ തീരുമാനം പ്രഖ്യാപിക്കുകയും അത് സമൂഹത്തിൽ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും അവരുടെ ആശയ പ്രചാരണങ്ങളെ കൂടി മറികടക്കാൻ പാകമാകുന്ന രീതിയിലുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾക്കനുസൃതമായിട്ട് ഈ സമുദായത്തെ പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു ഈ നാടിന്റെ അവസ്ഥ? ഇവിടെ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരായ ചെറുപ്പക്കാർ, പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ ആലോചിക്കേണ്ട ഒരു കാര്യം, പലരും ഇത് ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്താണ് ഇപ്പൊ ഈ മതസംഘടനകളൊക്കെ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം? ഒരു കൂട്ടർ പെണ്ണുങ്ങളെ പള്ളി കൊണ്ടുപോകണമെന്ന് പറയും, ഖുത്ബയുടെ ഭാഷ മലയാളത്തിലാവാന്ന് പറയും, നിസ്കരിക്കുമ്പോ കൈ എവിടെ കെട്ടണം എന്നുള്ളതാണ് തർക്കം, സുബഹിക്ക് കുനു തോന്നണോ വേണ്ടയോ എന്നാണ് തർക്കം, തവസ്സുൽ ഇസ്തിഗാസ പോലെയുള്ള ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ പറ്റുന്ന അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള വലിയ തർക്കങ്ങളാണ് നടന്നുകൊണ്ട്, അതിനൊക്കെ സമൂഹത്തിന്റെ ഒരു വലിയ കർമ്മശേഷി, നമ്മുടെ പണം, നമ്മുടെ സമയം, നമ്മുടെ സമ്പത്ത് ഇതിനൊക്കെ വേണ്ടി ചെലവഴിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. ഇത് മാത്രമല്ല, ഇതും പ്രധാനമാണ്, ഇതും പരമപ്രധാനമാണ്. പക്ഷെ അത് മാത്രമല്ല, ഒരു ബഹുസ്വര സമൂഹത്തിന് മുമ്പിൽ പറയാനും പ്രചരിപ്പിക്കാനും പാടില്ലാത്ത അപകടകരമായ ആശയങ്ങളാണ് ഈ ബിദഅി പ്രസ്ഥാനങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇവിടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅ പ്രതിനിധാനം ചെയ്യുന്നത് സ്വന്തം വിശ്വാസവും സംസ്കാരവും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ വിശ്വാസ ആചാര അനുഷ്ഠാന ക്രമങ്ങളെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ തന്നെ സഹോദര സമുദായത്തിൽപ്പെട്ടവനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവന്റെ കൂടെ ചേർന്നതുകൊണ്ട് അവനോടൊപ്പം അവനുമായി ഇടപഴകി ജീവിക്കാൻ കഴിയുന്ന ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ മുസ്ലിങ്ങൾ ജീവിക്കണമെന്ന് ജീവിച്ചു പഠിപ്പിച്ചവരാണ് ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ. ഇവിടുത്തെ ബിദഅി പ്രസ്ഥാനക്കാർ ഇവിടെ പരമത നിന്ന പഠിപ്പിച്ചില്ലേ, പരിശീലിപ്പിച്ചില്ലേ?
ഒരു ബഹുസ്വര സമൂഹത്തിൽ പറയാനും പ്രചരിപ്പിക്കാനും പാടില്ലാത്ത കാര്യങ്ങൾ അവർ പഠിപ്പിച്ചില്ലേ? വളരെ അപകടകരമായ ആശയങ്ങൾ, നമ്മുടെ സാമുദായിക സൗഹാർദ്ദം തകർക്കപ്പെടുന്ന ആശയങ്ങൾ. ഒരിക്കലും ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും മതമുള്ളവരും മതമില്ലാത്തവരും ഒരുമിച്ച് ജീവിക്കുന്ന നാട്ടിൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇനി മുസ്ലിങ്ങൾ മാത്രം ജീവിക്കുന്ന നാടാണെങ്കിൽ പോലും അത് പറയാൻ പരിശുദ്ധ ഇസ്ലാം അനുമതി കൊടുക്കുന്നില്ല. ഒരു ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം എങ്ങനെ ജീവിക്കണമെന്ന് പരിശുദ്ധ മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അവിടെ വിശ്വാസികൾ ഉണ്ടായിരുന്നു, അവിശ്വാസികൾ ഉണ്ടായിരുന്നു, ബഹുദൈവ വിശ്വാസികൾ ഉണ്ടായിരുന്നു, ഇസ്ലാമിന്റെ മിത്രങ്ങൾ ഉണ്ടായിരുന്നു, ശത്രുക്കൾ ഉണ്ടായിരുന്നു, പല വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു. അവിടെയെല്ലാം സ്വന്തം വിശ്വാസവും സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട് മറ്റു സഹോദര സമുദായങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം എങ്ങനെ ജീവിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നു. ആ ജീവിത വഴിയാണ് മഹാന്മാരായ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരിലൂടെ പരമ്പരാഗതമായി കൈമാറ്റം ചെയ്യപ്പെട്ടു വന്ന് ഇന്ന് കേരളത്തിൽ മലയാളി സമൂഹത്തിനിടയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലൂടെ വളരെ അഭിമാനത്തോടുകൂടി ഇന്നും നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ആശയം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 60ാം വാർഷിക മഹാസമ്മേളനത്തിൽ ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ഉസ്താദിന്റെ ശ്രദ്ധേയമായ ഒരു പ്രസംഗമുണ്ട്. 60ാം വാർഷിക സമ്മേളനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സമസ്തയുടെ ചരിത്രത്തിലെ വളരെ ശ്രദ്ധേയമായ ചരിത്രപ്രസിദ്ധമായ സമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ ശൈഖുനാ ശംസുൽ ഉലമ പറഞ്ഞു, കേരളത്തിൽ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കണം. കേരളത്തിൽ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കണം. സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ ഇവിടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅ നിലനിൽക്കണം. അഹ്ലുസുന്നത്ത് വൽ ജമാഅ നിലനിൽക്കണമെങ്കിൽ ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലനിൽക്കണം. പരിശുദ്ധ ഇസ്ലാം നിലനിൽക്കാനെ കുറിച്ചല്ല പറഞ്ഞത്, സമസ്ത നിലനിൽക്കുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്, സുന്നികൾ നിലനിൽക്കുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ, മതസൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅ സംരക്ഷിക്കപ്പെടണം. അഹ്ലുസുന്നത്ത് വൽ ജമാഅ സംരക്ഷിക്കപ്പെടണമെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലനിൽക്കണം. അതുകൊണ്ട് കേരളത്തിന്റെ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ ഈ രാജ്യത്തെ ഭരണകൂടവും എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പിന്തുണക്കണം എന്നാണ് ശംസുൽ ഉലമ ആ മഹാസമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ആഹ്വാനം ചെയ്തത്. എന്താ പറഞ്ഞതിന്റെ താല്പര്യം? ഇവിടുത്തെ ബഹുസ്വരതയെ നിഷേധിക്കുന്ന, ഹിന്ദുക്കളും മുസ്ലിങ്ങളും സഹോദര സമുദായങ്ങളും ഒരുമിച്ച് ജീവിക്കുന്ന ബഹുസ്വര സംസ്കാരത്തെ നിഷേധിക്കുന്ന, അതിനൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശിർക്കും കുഫറും ആരോപിച്ചുകൊണ്ട് ഈ സമുദായത്തിൽ ഭിന്നതയുണ്ടാക്കുന്ന പല ആളുകളും ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ആശയങ്ങൾക്ക് മേൽക്കൈ നേടിയാൽ ഇവിടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅക്ക് കോട്ടം തട്ടുമെന്ന് മാത്രമല്ല, ഈ നാടിന്റെ ബഹുസ്വരതയ്ക്കും സാമുദായിക സൗഹാർദ്ദത്തിനും കോട്ടം തട്ടുമെന്ന് പറഞ്ഞത് ഈ പ്രസ്ഥാനത്തിന് 4 പതിറ്റാണ്ട് കാലം നേതൃത്വം കൊടുത്ത ശൈഖുനാ ശംസുൽ ഉലമയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ പരിശുദ്ധ ഇസ്ലാമിനെ അതിന്റെ യഥാർത്ഥ ആശയങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നിലനിർത്തി അത് പഠിപ്പിച്ചും പരിശീലിപ്പിച്ചും ഈ സമുദായത്തെ വിശ്വാസപരമായി കർമ്മപരമായി നിങ്ങൾ ഏത് വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന മാർഗദർശനം കൊടുക്കുമ്പോൾ തന്നെ ഇന്ത്യയെ പോലെയുള്ള, കേരളത്തെ പോലെയുള്ള എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ച് താമസിക്കുന്ന നാട്ടിൽ അവരൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധം പരിശുദ്ധ ഇസ്ലാമിനെ അവതരിപ്പിക്കാനും അത് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കാനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് സാധിച്ചു. ഇവിടുത്തെ ബിദഅഈ പ്രസ്ഥാനക്കാർക്ക് അതിന് സാധ്യമായിട്ടില്ലെന്ന് മാത്രമല്ല, അതിനെതിരായി അതിന്റെ കടക്കൽ കത്തിവെക്കുന്ന അപകടകരമായ ആശയങ്ങളാണ് അവർ പ്രചരിപ്പിച്ചത്. എന്താണ് അടുത്ത കാലത്തൊക്കെ ചില സലഫി പ്രഭാഷകർ പ്രസംഗിച്ച് നടന്നത്? ഖുതുബിയത്തോട് ഓതുന്ന, അത് ചൊല്ലുന്ന പള്ളികളെ കുറിച്ച് അവർ ഉപയോഗിച്ച വാക്കെന്താണ്? ഇതുപോലുള്ള സദസ്സിൽ പറയാൻ കഴിയില്ല. മുസ്ലിം സമുദായത്തിന് നേരെ വിരൽ ചൂണ്ടിയിട്ട് ശിർക്കും കുഫറും ആരോപിക്കുന്ന സാഹചര്യം ഉണ്ടായി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 98 കൊല്ലത്തിനിടയിൽ ഒരു ബിദഅഈ പ്രസ്ഥാനക്കാരനെയും ചൂണ്ടിയിട്ട് നിങ്ങളെ മുസ്ലിങ്ങളിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞിട്ടില്ല. അവർ ബിദഅഈ ആശയം പിൻപറ്റുന്നവരാണ്, അവർ വഴിപടച്ചവരാണ്,
അവർ തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകളാണ്. ആ ആശയപരമായ അപകടം മനസ്സിലാക്കി തെറ്റുതിരുത്തി പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅയിലേക്ക് തിരിച്ചു വരണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇസ്ലാം എന്ന് പുറത്താക്കാൻ പോയിട്ടില്ല. ബിദഅഈ പ്രസ്ഥാനങ്ങളെ ആ അർത്ഥത്തിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. പക്ഷേ തിരിച്ചങ്ങനല്ലേ ഉണ്ടായത്. ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ ശിർക്ക് ചെയ്യുന്നവരാണെന്ന് ആരോപിച്ചു. അവർക്ക് നേരെ കുഫർ ആരോപിച്ചു. ഇവിടെ വലിയ മുസ്ലിം സമുദായത്തിന്റെ ഐക്യവും യോജിപ്പും രഞ്ജിപ്പും മോദിയുടെ കാലത്തുള്ള സഹവർത്തിത്വത്തെ കുറിച്ചൊക്കെ ഉപദേശിക്കുന്ന ആളുകൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിലെ ഒരു മുസ്ലിം സംഘടനക്കെതിരെയും ശിർക്കും കുഫറും ആരോപിച്ചിട്ടില്ല. പക്ഷേ സമസ്ത പ്രതിദാനം ചെയ്യുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്കെതിരെ ഇവിടെ അത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോ അതിന്റെ ആദരണീയരായ പണ്ഡിതന്മാരോ അതിന് നേതൃത്വം കൊടുക്കുന്ന മഹാന്മാരായ ഉസ്താദുമാരോ ഒരിക്കലും അത്തരത്തിലുള്ള മോശമായ പ്രയോഗങ്ങൾക്ക് ഒരിക്കലും മുന്നോട്ട് വന്നിട്ടില്ല. ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഈ സമൂഹത്തിൽ എങ്ങനെയാണ് പരിശുദ്ധമായ ദീനിനെ പ്രബോധനം ചെയ്യേണ്ടത്, പ്രചരിപ്പിക്കേണ്ടത് എന്നതിനെ കുറിച്ച് കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്തോളമായി ഈ പ്രസ്ഥാനം നിലനിർത്തിയിട്ടുള്ള മനോഹരമായ ഒരു രീതിശാസ്ത്രമാണ്. അപ്പൊ അത്രയും മനോഹരമായിട്ടാണ് ഈ മഹത്തായ പ്രസ്ഥാനം പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനത്തിനു വേണ്ടിയിട്ട് അതിന് സ്വീകരിച്ചൊരു സമീപനം. ഒരിക്കലും സംഘർഷത്തിന് വേണ്ടിയിട്ടല്ല, ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, ആളുകൾക്കിടയിൽ അനാവശ്യമായ വിവാദങ്ങൾക്കും ചർച്ചക്കും വേണ്ടിയിട്ടല്ല. എന്നാൽ ബിദഅഈ പ്രസ്ഥാനങ്ങളോട് ഇത്തരത്തിലുള്ള സമീപനങ്ങളൊക്കെ കണിശമായി പുലർത്തുമ്പോൾ തന്നെ സമുദായത്തിന്റെ ഒരു പൊതുകാര്യം വരുമ്പോൾ, പൊതുവായൊരു വിഷയം വരുമ്പോൾ എല്ലാ മുസ്ലിം സംഘടനകളെയും ഒരുമിച്ചിരുന്ന കൂട്ടായ്മക്ക് ശക്തമായ പിന്തുണ നൽകാൻ നമ്മുടെ മഹത്തായ നേതൃത്വവും പ്രസ്ഥാനവും മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ സമുദായത്തിൽ ഐക്യമുണ്ടാവണം, സമുദായത്തിൽ സഹവർത്തിത്വം ഉണ്ടാകണം, സമുദായത്തിന്റെ പൊതുവായ കാര്യങ്ങളെക്കുറിച്ച് എല്ലാ മുസ്ലിം സംഘടനകളും ഒരുമിച്ചിരുന്ന് സംസാരിക്കണം. അതിനെല്ലാം മുസ്ലിം സമുദായത്തിൽ തന്നെ, മുസ്ലിം സംഘടനകൾക്കിടയിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായമുണ്ടായ കാലങ്ങളിലെല്ലാം നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത്തരം കൂട്ടായ്മകളെ ശക്തിപ്പെടുത്താനും ശക്തി പകരാനുമാണ് അത്തരം സമീപനങ്ങളാണ് സ്വീകരിച്ചത്. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ ബിദഅഈ ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്ന ഘട്ടത്തിൽ അത് ഒളിഞ്ഞും തെളിഞ്ഞും സമുദായത്തിന് അകത്തേക്ക് കയറി വരാൻ ശ്രമം നടക്കുന്ന ഘട്ടത്തിൽ അതിനെ ശക്തമായി പ്രതിരോധിക്കാൻ നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ട് വന്നിട്ടുണ്ട്. കാരണം അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത്, അതിനെ ഫലപ്രദമായും നിയമവിധേയമായും പ്രതിരോധിക്കുക എന്നുള്ളത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഭരണഘടനയിൽ എഴുതപ്പെട്ട അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പരമപ്രധാനമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള ആദർശ സമ്മേളനങ്ങൾ, നമ്മുടെ ആദരണീയരായ പണ്ഡിതന്മാർ അത് പ്രാമാണികമായി സമുദായത്തെ പഠിപ്പിച്ചു കൊടുക്കുന്ന, ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന സമ്മേളനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ പരമപ്രധാനമാണ്. അത് നിർവഹിക്കുക എന്നുള്ളത്, അത് ജനങ്ങൾക്കിടയിൽ ആവശ്യാനുസരണം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ മാതൃസംഘടനയെ സഹായിക്കാനും ശക്തിപ്പെടുത്താനും അതിന്റെ പോഷക ഘടകങ്ങൾ നിർവഹിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. ഏത് സമയങ്ങളിലും ഈ വിശുദ്ധമായ ആശയത്തിനെതിരായി വരുന്ന ഏത് നീക്കങ്ങളാണെങ്കിലും അതിനെ സമയബന്ധിതമായിട്ട് പ്രതിരോധിക്കുന്ന, അതിന് സമുദായത്തിൽ ആവശ്യമായ മുന്നറിയിപ്പ് നൽകുന്ന ആ ഉത്തരവാദിത്വം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ പോഷക ഘടകങ്ങളും എല്ലാ സന്ദർഭങ്ങളിലും നിർവഹിക്കാറുണ്ട്. പലപ്പോഴും അതൊക്കെ പറയുന്ന സമയത്ത്, തുടക്കത്തിൽ പറയുന്ന സമയത്ത് പല ആളുകൾക്കും അത്രത്തോളം വേണ്ടിയിരുന്നില്ല, അത്രത്തോളം പറയേണ്ടിയിരുന്നില്ല എന്നൊക്കെ പലരും പറയാറുണ്ട്. നമുക്കൊക്കെ ഓർമ്മയുള്ളൊരു കാര്യമാണ്, 92 ഡിസംബർ 6 പള്ളി തകർത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നിരാശരായി കഴിഞ്ഞുകൊണ്ടിരുന്ന മുസ്ലിം സമുദായം അതിന്റെ പേരിലൊക്കെ ഭീതിയും നിരാശയും
അങ്ങനെ കഴിഞ്ഞിരുന്ന ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് എന്തായാലും ഇതുപോലുള്ള പ്രതിസന്ധികൾ വരുന്ന കാലത്ത് ഈ സമുദായത്തെ സംരക്ഷിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും മതസംഘടനകൾക്കും ഈ പണ്ഡിതന്മാർക്കൊന്നും കഴിയില്ല. ഇനി അതിനൊക്കെ ശക്തമായി പ്രതിരോധിക്കാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിനിറങ്ങുന്ന, ഷഹീദാകാൻ താല്പര്യമുള്ള, അതിന് സന്നദ്ധരായിട്ടുള്ള ആളുകളെയാണ് ഇനി വേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കിടയിൽ, നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്ന കാലം ഉണ്ടായി. ചെറുപ്പക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന, അവരെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയിട്ട് വൈകാരികമായി ക്ലാസ് എടുത്തുകൊണ്ട് വഴിതെറ്റിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. അന്ന് സമസ്ത കേരള ജമിയത്തുലമയുടെ ഉസ്താദുമാരുടെ അനുമതിയോടെ, ആശീർവാദത്തോടു കൂടി അന്ന് SKSF തീവ്രവാദത്തിനെതിരെ വ്യാപകമായി ക്യാമ്പയിൻ നടത്തി. അത്തരം ക്യാമ്പയിനുകൾ നടത്തിയ സമയത്ത് ആ ക്യാമ്പയിനുകളുമായി മുന്നിട്ടിറങ്ങി ശക്തമായ പ്രചാരണങ്ങൾ നടത്തിയപ്പോ നമ്മുടെ സമൂഹത്തിൽപ്പെട്ട ഉന്നതരായ മഹല്ല് തലങ്ങളിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നേതൃത്വം കൊടുക്കുന്ന പലരും എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞത്? പല ആളുകളും പറഞ്ഞു, നിങ്ങൾക്ക് അതിന് കഴിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട, ഓരോ നാട്ടിലും 10 കുട്ടികളൊക്കെ അതിനു വേണ്ടി ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ, എന്തിനാണ് അത് നിൽക്കാൻ പോകേണ്ട കാര്യം? സമുദായം ഇതുപോലുള്ള വലിയ ഭീഷണി നേരിടുമ്പോ അതിനുവേണ്ടി മരിക്കാനാണെങ്കിൽ മരിക്കാനും തയ്യാറായിട്ടുള്ള 10 ചെറുപ്പക്കാർ ഓരോ മഹലിലും ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഉണ്ടാവട്ടെ, എന്തിനത് എതിർക്കാൻ പോകേണ്ട കാര്യം? നിങ്ങൾക്ക് എന്തായാലും അത് ചെയ്യാൻ കഴിയില്ല, നിങ്ങൾ ചെയ്യണ്ട, ചെയ്യുന്നവരെ ചെയ്യട്ടെ, എന്തിനാണത് മുടക്കാൻ പോകുന്നത്? അതിനെതിരെ നമ്മുടെ ഉസ്താദുമാരും പണ്ഡിതന്മാരും പറഞ്ഞപ്പോ എത്ര മോശമായിട്ടായിരുന്നു സമൂഹത്തിന്റെ ഭാഗത്ത് പ്രതികരണം. പിൽക്കാലത്ത് എന്തായി? ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല, നമ്മളൊക്കെ ദിനേനെ പത്രമാധ്യമങ്ങളിലൂടെ കാണുന്നതല്ലേ. ഇവിടെ പരിശുദ്ധ ഖുർആനിൽ ജിഹാദിന്റെ ആയത്തുകൾ ഓതിയിട്ട് ഇവിടുത്തെ ചെറുപ്പക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് വലിയ സംഘടിതമായ നീക്കങ്ങൾ നടത്തി. ഇനി ഇവിടെ മതസംഘടനകളുടെ ആവശ്യമില്ല, രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യമില്ല, ഞങ്ങൾക്കിതെല്ലാം കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നവരുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഞാൻ അതിൽ സന്തോഷിക്കുന്നവനല്ല, നമ്മൾ അതിൽ ആഹ്ലാദിക്കുന്നതല്ല. പക്ഷേ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ, അതിന് വർഷങ്ങളോളം നേതൃത്വം കൊടുത്ത വളരെ പ്രമുഖരായ ആളുകൾ, അവരൊക്കെ ഇന്ന് ഡൽഹിയിലെ തീഹാർ ജയിലിൽ ഇനി എന്ന് ജാമ്യം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അതിനുവേണ്ടി നിയമ പോരാട്ടം നടത്തിക്കൊണ്ട് കാത്തിരിക്കുന്ന കാഴ്ചയാണ്. നമ്മൾ അതിലൊന്നും സന്തുഷ്ടരല്ല, അതിൽ ആഹ്ലാദിക്കുന്നവരുമല്ല. പക്ഷേ ദീർഘദൃഷ്ടിയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ഇതൊരു വ്യവസ്ഥാപിത ഭരണകൂടമുള്ള രാജ്യമാണ്. ഒരു വ്യവസ്ഥാപിത ഭരണകൂടമുള്ള രാജ്യമാണ്. ഇവിടെ ജുഡീഷ്യറി ഉണ്ട്, നിയമവ്യവസ്ഥയുണ്ട്. ആ നിയമവ്യവസ്ഥയെ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആ നിയമം കയ്യിലെടുക്കാൻ നമുക്ക് അവകാശമില്ല. അത് നിയമവിരുദ്ധവും മതവിരുദ്ധവുമാണ്. അത് നമ്മുടെ ഉസ്താദുമാർ പറഞ്ഞപ്പോ മുസ്ലിംമാർക്ക് ധൈര്യമില്ല, ഉസ്താദുമാർക്ക് പേടിയാണ്. അവർക്ക് ഇങ്ങനെ സമയത്തിന് അട്ടിപ്പാത്രം പള്ളിയിൽ വരും, അവർക്ക് നിക്കാഹിന് കാശാണ്, മരിച്ചാൽ കാശാണ്, അവർക്ക് സുഖലോലുപരായിട്ട് ജീവിക്കണം, സമുദായത്തിന്റെ കാര്യത്തിലൊന്നും അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ പണ്ഡിതന്മാരെ പരിഹസിക്കാനായിരുന്നു അന്നവർക്ക് താല്പര്യം. ആ പണ്ഡിതന്മാർ എന്തു പറഞ്ഞോ അതിന് സമാനമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. ഇവിടെ ബിദഈ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരുമ്പോഴും ഈ ബിദഈ പ്രസ്ഥാനങ്ങളുടെ അപകടങ്ങളെ കുറിച്ച് നമ്മുടെ പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയത് അങ്ങനെയായിരുന്നു. ബിദഈ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം അന്തർധാരയിൽ ഒന്നാണ്. അന്തർധാരയിൽ അവരുടെ മുദ്രാവാക്യങ്ങളൊക്കെ ഒന്നാണ്. അടിസ്ഥാനപരമായി എല്ലാവരും വഹാബിസവുമായി കടപ്പെട്ടവരാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് വഹാബിസത്തെ തള്ളി പറയാൻ കഴിയില്ല, തബ്ലീഗ് ജമാഅത്തിന് വഹാബിസത്തെ തള്ളി പറയാൻ കഴിയില്ല, മുജാഹിദിൽ എത്ര ഗ്രൂപ്പുണ്ടോ ഒരു ഗ്രൂപ്പിനും വഹാബിസത്തെ തള്ളി പറയാൻ കഴിയില്ല. കാരണം എന്താണ്? അടിസ്ഥാനപരമായ ആശയപരമായ അന്തർധാര അവിടെ എല്ലാം അവർ ഒന്നാണ്. ഈ ബിദഈ പ്രസ്ഥാനങ്ങളെല്ലാം പറയുന്നത് എന്താണ്? ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ അവർ യാഥാസ്ഥികരാണ്. അവർക്കിടയിൽ ജീർണത വളർന്നു വരുന്നു, അവർക്കിടയിൽ അന്ധവിശ്വാസം, അവർക്കിടയിൽ അനാചാരം. അവരെ ശുദ്ധീകരിക്കണം, അവരെ ശുദ്ധീകരിക്കണം. അന്ധവിശ്വാസത്തിനെതിരെ, അനാചാരത്തിനെതിരെ, ജീർണതക്കെതിരെ ശുദ്ധമായ തൗഹീദ് പ്രചരിപ്പിക്കാൻ, ശുദ്ധമായ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന മുസ്ലിങ്ങളാക്കി മാറ്റാൻ, ഈ ബിദഈ ആശയത്തിന്റെ ബാധയേറ്റവരുടെ ഒരേ ഭാഷയാണത്. അത് നമ്മുടെ പണ്ഡിതന്മാർ പറയുമ്പോ അതിനെ പലപ്പോഴും പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നു ആളുകൾ. അങ്ങനെയൊന്നുമല്ല, അങ്ങനെയൊന്നുമല്ല, അത്രത്തോളൊന്നും ശരിയല്ല.
നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ആദരണീയരായ ഉസ്താദ് ഉൾപ്പെടെയുള്ള നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ അപകടകരമായ ഇത്തരത്തിലുള്ള ആശയങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും കുത്തിവെച്ചുകൊണ്ട് പ്രബലമായ വിദ്യാഭ്യാസ സംവിധാനങ്ങളെ പോലും വഴിതെറ്റിപ്പിക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിലാണ് നമ്മുടെ പണ്ഡിതന്മാർ ആധികാരികമായി സമൂഹത്തോട് പറഞ്ഞു, ഇതാ ആദർശ വ്യതിയാനത്തിന്റെ ചില അടയാളങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, ജാഗ്രത പാലിക്കണം. അന്ന് അതിനാദരണീയരായ ഉസ്താദുമാരെ തെറി പറയാനും കൂവി വിളിക്കാനും പരിഹസിക്കാനും രംഗത്ത് വന്നു. ഇപ്പോൾ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിക്കാരനും മുജാഹിദുകാരനും സുന്നികളെ നോക്കിയിട്ട് നിങ്ങൾ യാഥാസ്ഥികരാണ്, നിങ്ങൾ അന്ധവിശ്വാസികളാണ്, നിങ്ങൾ ജീർണത ബാധിച്ചവരാണ്, നിങ്ങളെ ശുദ്ധീകരിച്ചാലേ നിങ്ങൾ യഥാർത്ഥ മുസ്ലിങ്ങളാകൂ എന്ന് അവകാശപ്പെടുന്നത് പോലെ, ഉപദേശിക്കുന്നത് പോലെ ഇന്ന് അത്തരം സമസ്ത കേരള ജംഇയ്യത്തുലമ മുന്നറിയിപ്പ് നൽകപ്പെട്ട ആളുകളൊക്കെ പരസ്യമായി മാധ്യമ പ്രവർത്തകരെ വിളിച്ചുകൊണ്ട് പറയുന്നു, സമസ്ത കേരള ജംഇയ്യത്തുലമയെ ശുദ്ധീകരിക്കണം. അവർ യാഥാസ്ഥികന്മാരാണ്, അതിന്റെ ഡ്രൈവർമാർ ശരിയല്ല. എത്ര അപകടകരമാണ് ആ വാദം. സമസ്ത കേരള ജംഇയ്യത്തുലമ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇന്ന് തലയെടുപ്പുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ, അതിന്റെ അധ്യക്ഷൻ മഹാനായ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അതിന്റെ കാര്യദർശി ആദരണീയനായ ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങൾക്ക് ഇന്നും നേതൃത്വം കൊടുക്കുന്ന ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ, അവരെയൊക്കെ അതിന്റെ മുൻ സീറ്റിൽ നിന്ന് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മാറ്റണം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ആളുകൾ അതപ്പതിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിൻപറ്റുന്ന, അവരെ ബാധിച്ച ആശയപരമായ വൈകല്യം എന്ത് എന്ന് നമ്മളെ പോലുള്ള ആളുകൾ വിശദീകരിക്കേണ്ട ആവശ്യം പോലുമില്ല. എങ്ങനെയെങ്കിലും 1-2 പത്രസമ്മേളനം കൂടി നടന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ ബോധ്യമാകും. ഞാൻ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുലമ ആദ്യം ഒരു കാര്യം പറയുമ്പോൾ ആദ്യം കയ്പനുഭവപ്പെടും, പിന്നീട് മധുരിക്കും. ഈ 98 വർഷക്കാലത്തിനിടയിൽ സമസ്ത കേരള ജംഇയ്യത്തുലമ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച്, ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു ആശയത്തെക്കുറിച്ച്, ഏതെങ്കിലും ആശയ പ്രചാരണങ്ങളെ കുറിച്ച് അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് ശരിയല്ല എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പറയേണ്ട ഒരു ഗതികേട് ഈ 98 കൊല്ലത്തിനിടയിൽ നമ്മുടെ മഹത്തായ പ്രസ്ഥാനത്തിനുണ്ടായിട്ടില്ല. കാരണം അത് യോഗത്തിൽ മഹാഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന തീരുമാനമല്ല, ദീനിന്റെ പ്രമാണങ്ങൾക്ക് വിധേയമായിട്ടാണ് ഈ പണ്ഡിത സഭ സമുദായത്തോട് സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനും അതിന്റെ ആഹ്വാനങ്ങൾക്കും താക്കീതുകൾക്കും വിധേയമായി, അതിന്റെ ആഹ്വാനങ്ങൾക്കും ഉപദേശങ്ങൾക്കും വിധേയമായി നമ്മുടെ മഹല്ല് സംവിധാനം, നമ്മുടെ മദ്രസ സംവിധാനം, നമ്മുടെ സംഘടനാ സംവിധാനം, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ വ്യക്തിജീവിതം ഉൾപ്പെടെ ആ പ്രസ്ഥാനത്തിന്റെ തർബീയത്തിന് കീഴിലായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതിന്റെ ഏറ്റവും പരമപ്രധാനമായ ഉത്തരവാദിത്വമാണ് ഇതുപോലുള്ള സമ്മേളനങ്ങളിലൂടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ആദരണീയരായ ഉസ്താദുമാരുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ഇനിയുള്ള കാലത്ത് നമുക്ക് സംഘടനാ പ്രവർത്തനം ചിട്ടപ്പെടുത്താനും ക്രമപ്പെടുത്താനും സാധിക്കേണ്ടത് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും മനോഹരമായ ഒരു മേഖലാ സമ്മേളനം സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന മക്കരപ്പറമ്പ് മേഖല SKSF-ന്റെ ഭാരവാഹികളെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഈ വിനീതനെ കൂടി ഉൾപ്പെടുത്തണം എന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.